തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങുന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണവുമായി ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്ന 4-അംഗ സമിതി ഉടൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് റിപ്പോർട്ട് നൽകും. ഇതിനിടെ ഡോക്ടർ ഹാരിസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ചും നടത്തി. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാന്, ഈ ഡോക്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണമാണ്. എന്താണ് വിശദാംശങ്ങൾ? ഡോക്ടർ ഹാരിസ് ചിറക്കൽ മുമ്പോട്ട് വെച്ച ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഉന്നതതല അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. നാളെ ആരംഭിച്ചിരിക്കുന്നത്. അവർ വൈകാതെ തന്നെ യൂറോളജി വിഭാഗം മേധാവി കൂടിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ദൗർലഭ്യം ഏത് തരത്തിലാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് എന്നത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷം അടിയന്തരമായി ഈ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി ഇടത് സർക്കാരിനെതിരെ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതോടൊപ്പം ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നതും മെഡിക്കൽ കോളേജിന് മുമ്പിൽ നിന്നുള്ള വേറിട്ട കാഴ്ചയായി ഇന്ന് മാറി. തുടർന്നും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉണ്ടാകാൻ ഇടയുണ്ടായി എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആശുപത്രി കവാടത്തിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ്, പടലപ്പിണക്കങ്ങളാണ് ഇത്തരം തുറന്നു പറച്ചിലുകളിലൂടെ പുറത്തു വരുന്നത് എന്ന ഒരു വാദം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇതടക്കമുള്ള വിഷയങ്ങളിലായിരിക്കും ഈ 4-അംഗ സമിതി വിശദമായ അന്വേഷണം നടത്തുക. ഈ ആരോഗ്യവകുപ്പിൻ്റെ ഒരു കണ്ടെത്തൽ എന്താണ് ഈ വിഷയത്തിൽ? അതിൽ അന്വേഷണമുണ്ട്. പക്ഷേ അപ്പോഴും ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറവ്, ഇന്ന് ഡോക്ടർ പറഞ്ഞത് നിരവധി രോഗികൾ ഇപ്പോഴും അവിടെ മെഡിക്കൽ കോളേജിൽ കാത്തിരിക്കുന്നു ശസ്ത്രക്രിയയ്ക്കായി. അതൊരു വിശദീകരണം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഒട്ടും പിറകോട്ടില്ല എന്ന നിലയിൽ തന്നെയാണല്ലോ ഡോക്ടർ ഇപ്പോൾ ഉള്ളത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൃത്യമായി മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ വകുപ്പ് മേധാവികളുടെ കൂടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. KGUമായി ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘടനകളും അദ്ദേഹത്തിന്റെ പിന്നിൽ പിന്തുണയുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിന് ശേഷവും ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച കാര്യങ്ങൾ പരസ്യമായി മാധ്യമങ്ങളോടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു നിലപാടിലേക്ക് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലെ ഈ പ്രതിസന്ധിക്ക് കാരണം ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് വലിയ തരത്തിലൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്നദ്ധ സംഘടന അടക്കം സഹായം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇങ്ങനെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ രോഗികളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും ഇപ്പോഴും പറയുന്നത് ഒരു ശസ്ത്രക്രിയകൾ പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടിൽ DMB ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരും ഉറച്ചെടുക്കുകയാണ്. ഏതായാലും അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. അത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഡോക്ടർക്ക് അനുകൂലമായുള്ള പ്രകടനം നടത്തിയത് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ഏതായാലും ഹാരിസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും പുറകോട്ടില്ല, ഡോക്ടർ ഒരു തരത്തിലും പുറകോട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഡോക്ടർക്ക് കൂടുതൽ പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാഷ്ട്രീയ വിഷയമായി കൂടി ഇത് കോൺഗ്രസ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്.
ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.